ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റാൽ ഞാൻ നടക്കുന്ന വഴികളിലൂടെ നിന്ന് നമുക്ക് ഒരുമിച്ച് നടന്നാലോ? ഇതെൻ്റെ ടെറസിൻ്റെ മേലെയുള്ള ഗാർഡനാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് നോക്കുമ്പോൾ ചെടിയിലൊക്കെ വെള്ളം നിൽക്കുന്നു. നമ്മൾ ബട്ടർഫ്ലൈ ചെടിയാണ്. ഇതിനെ ഉണ്ടാക്കി കിട്ടണമെങ്കിലും ശുശ്രൂഷിക്കണമെങ്കിലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മഴ വരുമ്പോഴും വേനൽക്കാലമായാലും വെള്ളം ഒഴിക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചെടിയും പെട്ടെന്ന് പോവും, എന്നാലും അതിൻ്റെ കിഴങ്ങുള്ളത് കൊണ്ട് മുളച്ച് വരും. അങ്ങനത്തെ ഈ ചേമ്പില പോലത്തെ ചെടികളാണ് ഇതൊക്കെ കേട്ടോ. അതിലും നന്നായി വെള്ളം നിൽക്കുന്നുണ്ട്. ടെറസിൽ കംപ്ലീറ്റ് വെള്ളമാണ്. നമ്മൾ എണീറ്റ പാട് അടുക്കളയിലൊക്കെ കയറി പോകുമ്പോൾ പിന്നെ നേരെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ടെൻഷനും എന്തൊക്കെ ചെയ്യണം ആ ഒരു കാര്യങ്ങളിലായിരിക്കും. പക്ഷെ എനിക്ക് ആദ്യം അതല്ല വേണ്ടത്. ഇതേ ബോഗമില്ല് കണ്ടോ, ഇന്ന് നമ്മളെ പൂക്കൾ ലാസ്റ്റ് ഉണ്ടാവുന്ന പൂക്കളായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇനി മഴ പെയ്താൽ ഇതിലൊന്നും പൂക്കൾ ഉണ്ടാവില്ല. പൂക്കളുള്ള ചെടികളുടെ ഒക്കെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും മഴ നന്നായിട്ട് ഉണ്ടാവട്ടെ അല്ലേ. ഈ ഭാഗത്തായിട്ട് ഒരു പേരമരം ഉണ്ട്. ആ പേരമരം അങ്ങനെ മറിഞ്ഞിട്ട് ചെടികളുടെ ഒക്കെ മേലക്കായിട്ടാണ് കിടക്കുന്നത്. ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അതിൻ്റെ അടിയിലൊക്കെ ചെടികളുണ്ട്. കടമറിഞ്ഞു വീണതും കൊമ്പ് പൊട്ടിയതൊന്നും അല്ല കേട്ടോ. അത് കാറ്റുകൊണ്ട് അത് അങ്ങനെ ചാഞ്ഞ് കിടന്നതാണ്. ഇതിൽ കുറച്ച് നമ്മളെ മീനുകളുണ്ട്. അത് പാടത്തെ മീനുകളായിട്ടാണ്, വേറെ മീനുകളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് പായലൊക്കെ ഉണ്ട്. കാണാൻ നല്ല പച്ചപ്പ്, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. എല്ലാ കഷ്ടപ്പാടിനൊടുവിലും ആണല്ലോ നല്ല ഗുഡ് റിസൾട്ട് ഉണ്ടാവുക. ഇതും ബട്ടർഫ്ലൈ ചെടി തന്നെ. ഈ കംപ്ലീറ്റ് ബട്ടർഫ്ലൈ ചെടീൻ്റെ കടക്കിലും വെള്ളമുണ്ട്. അതിനിടയിൽ നോക്കുമ്പോഴത്തെ വാഴ കൊലച്ച് നിൽക്കുന്നു. ഞാൻ ഇത് മറവിൽ കിടക്കുന്നതുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ കേട്ടോ. അതൊരു സന്തോഷമുള്ളൊരു കാഴ്ചയായി. ടെറസിൽ വെള്ളം പോണ ഹോളിൻ്റെ ഭാഗത്തൊക്കെ ചട്ടി ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്നത്. ഇനി അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചട്ടികളൊക്കെ മാറ്റി കംപ്ലീറ്റ് ഡിസോർഡറായിട്ടാണ് ഇരിക്കുന്നത്. ഇനി വെള്ളം കൂടുതൽ വേണ്ടാത്ത ആൾക്കാരിനെ അരികിലേക്ക് മാറ്റണം. വെള്ളം വേണ്ട ആൾക്കാരിനെ വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇതൊക്കെ ഓരോ ചട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെച്ചതൊക്കെ ഓരോന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോഴാണ് നല്ല മഴ. ഓരോ ചില്ലകളും ചാഞ്ഞിട്ടും ചരിഞ്ഞിട്ടും പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടും അങ്ങനത്തെ ഒക്കെ അവസ്ഥയിലാണ് നമ്മൾ ഗാർഡൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഗാർഡനിൽ ഇങ്ങനെയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ തുടങ്ങിയോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഭാഗത്ത് കൂടുതൽ ഇലച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ തെച്ചിപ്പൂക്കളുണ്ട് കേട്ടോ, പല വെറൈറ്റികൾ. ഇപ്പോൾ ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊന്നും കാണാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ മഴക്കാലം കഴിയേണ്ടി വരുമല്ലേ കാണാനായിട്ട്. എന്നാലും നിറയെ പൂവിടുന്ന ചെടികളൊക്കെ ഉണ്ട്. വേനൽ എന്താ വർഷം എന്താണെന്ന് അറിയാതെ പൂക്കണം. എനിക്കൊരു പൊടി ഇഷ്ടം കൂടുതലുണ്ടെങ്കിൽ അത് പൂവുള്ള ചെടികളോട് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കോ? ഈ ബാമ്പൂ ചെടീനൊക്കെ ഞാനൊന്ന് വെട്ടി ഓർഡറാക്കാൻ വേണ്ടി എടുത്തു വെച്ചതായിരുന്നു. ഇനി എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അല്ലേ. നമ്മൾ വിചാരിക്കുന്നതല്ല ഒന്നും ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ വിചാരിക്കാത്ത കാര്യങ്ങളാവും എല്ലാം. ജീവിതത്തിൽ ആയാലും ശരി, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ നടക്കുക. നമ്മൾ വിചാരിച്ചതൊന്നും അല്ല ആയിരിക്കും നടക്കുക. പക്ഷെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒത്തിരി സന്തോഷം തോന്നുന്നത് അല്ലേ. ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തെടുക്കുന്നതിനേക്കാളും നമ്മളെ കൂടെ സപ്പോർട്ടിന് ഹസ്ബൻഡോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇവിടെ എല്ലാവരും നല്ല സപ്പോർട്ടിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ, പലതരം കളറുകളൊക്കെ ആയിട്ട്. ഈ ചെടി ഉണ്ടല്ലോ, അതിന് നിറയെ പൂക്കൾ മേലെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീടിൻ്റെ സൈഡിൽ വെച്ചാലോ എന്ന് ചിന്തിക്കും. പക്ഷേ അത് അവിടെ പിന്നെ കാട് പിടിച്ച് നിറഞ്ഞ് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വീണ്ടും ചട്ടിയിൽ തന്നെ ഇതുവരെ വെച്ചിട്ടുള്ളൂ. ഇനി എപ്പോഴാണ് മനസ്സ് മാറിയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ മാറ്റി വെക്കും ഞാൻ. ഇത് വേറൊരു ബാമ്പൂ ചെടിയാണ്. അത് വെറും പച്ചപ്പായിട്ടാണ്. എന്നാൽ ഈ ബാമ്പൂ ചെടിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ടാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളെ വിങ്ക റോസൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതൊക്കെ വാങ്ങി വെച്ചിട്ടുള്ള ചെടികളാണ്. പക്ഷേ ഇങ്ങനത്തെ കുറേ ചെടികൾ നമ്മൾ നഴ്സറിയിൽ പോയാൽ കാണും. അതിൽ നിന്നൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളാണ് ഈ നിൽക്കുന്നതൊക്കെ കേട്ടോ. ഇതിൻ്റെ അടുത്തായിട്ടാണ് സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അവിടെയാണ് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാറ്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ വന്നിരിക്കുക കേട്ടോ. എന്നും വൈകുന്നേരം ഈ നനക്കൽ പരിപാടിയാണ്. ഇനി അത് വേണ്ടല്ലോ. ഇത് ഫുള്ള് റെഡായിട്ടുള്ള ഒരു ഇലയാണ് കേട്ടോ. പക്ഷേ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് അത് ഏതൊക്കെ കളറിലാണ് നിൽക്കേണ്ടതെന്ന് അതിന് തന്നെ അറിയില്ല. മാതിരി ആയിരുന്നു ഇതിൻ്റെ കളേഴ്സൊക്കെ. ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചുവപ്പ് തന്നെ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തൊരു കാര്യമാണെങ്കിലും വേനലാണെങ്കിലും മഴയാണെങ്കിലും നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലേ. ഇവിടെ കുറേ അഗ്ലോണിമ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സെക്ഷൻ തിരിച്ചിട്ട് ഈ സൈഡിലായിട്ട് ഞാൻ കുറേ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്തേക്കാണ് പേരൊക്കെ മറിഞ്ഞു കിടക്കുന്നത്. എന്തായാലും ആ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് പോയാലോ? നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ.
കൂടുതലും ഈ പച്ചയും വെള്ളയായിട്ടുള്ള കുറേ ഇലകളുള്ളത് ഉണ്ട്. പക്ഷേ ഫുള്ള് പച്ചപ്പും വെള്ളയും മാത്രമാകുമ്പോൾ അത്ര രസം തോന്നാറില്ല അല്ലേ. പക്ഷേ ഈ റെഡൊക്കെ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ നല്ല രസമായിട്ട് തോന്നാറില്ലേ. എന്തൊക്കെ വെറൈറ്റികളാണല്ലേ ചെടികളിൽ, ഇലകളും അതിലെ ഓരോ ഡിസൈൻസും. അതൊക്കെ ശരിക്കും ആസ്വദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. പിന്നെ ഇനി ചെടികളിലൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കിയും വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുകയൊക്കെ വേണം. കൊതുക് ശല്യം അത് മെയിനായിട്ട് പരക്കും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഇതിലൊന്നും അത്ര നിറഞ്ഞു നിൽക്കുന്നില്ല കേട്ടോ. അഗ്ലോണിമൊക്കെ ഞാൻ പുതിയതായിട്ട് വെച്ചതായിരുന്നു. പഴയതൊക്കെ കൂടുതൽ കൂട്ടം കൂടിയതൊക്കെ പറിച്ചിട്ട് വേനൽ സമയത്ത് തന്നെ അതൊക്കെ ശരിയാക്കി എടുത്തതാണ്. അപ്പോൾ പിന്നെ വല്ലാതെ അതിൻ്റെ പണികളൊന്നുമില്ല. ആന്തൂറിയത്തിൻ്റെ ഒക്കെ ഒരു കുഞ്ഞ് കളക്ഷനേ ഉള്ളൂ. എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള ചെടിയല്ല ആന്തൂറിയം. അതുകൊണ്ട് അത്രയും ഞാൻ വെച്ചിട്ടുള്ളൂ. ഇവിടെ ഒന്നും അധികം മഴ നനയില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ചെടികളെ പിടിപ്പിക്കുന്നതും വലിയ വെള്ളം ആവശ്യമില്ലാത്തതിനൊക്കെ ഈ അരികിലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അതിനിടയ്ക്ക് ഒരു ഞാവൽ തയ്യും വെച്ചിട്ടുണ്ട്. അത് പാത്രത്തിൽ പിടിപ്പിച്ചുള്ളതാണ്. അതെന്തായാലും വലിയ ചട്ടിയിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ മാറ്റേണ്ടതാണ് കേട്ടോ. ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരിട്ട് കാണാൻ ഇതേപോലെ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ അടിയിലായിട്ട് ഒളിച്ചിരിക്കുന്ന കുറച്ച് ചെടികളുണ്ട്. അവിടെയും വല്ലാതെ വെള്ളം കിട്ടില്ല അവർക്ക്. അങ്ങനെയുള്ളതിനൊക്കെ മാറ്റി വെച്ചതാണ് അന്ന്. വല്ലാതെ വെയിലും വേണ്ട എന്നുള്ള സമയത്ത് വെച്ചിട്ടുള്ളതാണ്. രാവിലത്തെ റൂട്ടീനിൽ ഇങ്ങനത്തെ ഒരു ജേണിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇതുപോലെയാണോ? എന്നാലും കൂടുതൽ ചെടികൾ വളർത്താനും ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇതുപോലെ ഒരു നടത്താൻ അത്യാവശ്യമാണ്. നമ്മുടെ മമ്മൂക്കാട് ഭീഷ്മപർവ്വം എന്ന ഫിലിമിൽ ഒരു സീനിലുണ്ട് ഈ ചെടി. അതെന്നെ ഹഠാതെ ആകർഷിച്ചിട്ട് വെച്ചതാണ് കേട്ടോ ഇത്. പക്ഷേ ഒരുപാട് ചട്ടിയിലൊക്കെ, കുഞ്ഞു കുഞ്ഞു ചട്ടിയിലൊക്കെ വെച്ച്, പക്ഷേ ആ ഫിലിമിൻ്റെ സീനിൽ കാണുന്ന അത്രയ്ക്ക് രസമൊന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ. അത് ഒരുപാട് കൂട്ടായിട്ട് എന്ത് രസമായിട്ടാണ് ആ ഒരു സീൻ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇത് നമ്മളെ കുറച്ച് ചെലഞ്ഞി പൂവാണ്. ചെലഞ്ഞി കൊങ്ങിണി എന്നൊക്കെ ഇവിടെ പറയാറുണ്ട്. ഇത് നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു പുതിയതായിട്ട് ഗാർഡൻ താഴെ ചെടികൾ വളരെ കുറവാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ മേലത്തെ ഒരു വ്യൂ അവിടുന്ന് താഴേക്കുള്ളത് എടുത്തതാണ് കേട്ടോ. ഇങ്ങനെ മേലെന്ന് കാണാനും ഭംഗിയുണ്ടോ? അടുത്ത് വന്നാലാണോ ഭംഗി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതിൽ നിറയെ പൂക്കളായിട്ട് നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ഭയങ്കര, എൻ്റെ ഗാർഡനിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയിൽ പെട്ടതാണ് ആ റോസ് പൂവ് കേട്ടോ. അതുപോലെ ഇതാ ഈ നീല പൂവ്. നമുക്ക് പൊതുവേ നമ്മളെ ഗാർഡനിൽ വളരെ കുറവുള്ള കളറാണ് ഈ നീല. വയലറ്റും ലൈറ്റ് വയലറ്റ് അങ്ങനെ ആയിട്ടുള്ള കളറുകൾ കുറേ ഉണ്ട്. പക്ഷേ ഈ നീലപ്പൂവ് തീരെ ഇല്ല. അപ്പോൾ അതിനൊക്കെ ഇപ്പോഴേ കാണാൻ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. എന്തായാലും നമ്മൾ ബട്ടർഫ്ലൈസിനൊക്കെ അരികിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ തുടങ്ങാം അടുത്ത പരിപാടി. ഇന്ന് ബൈ.